ഗൈസ് നമ്മൾ ഇന്ന് ഈ പൈപ്പ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് കാർഡ്ബോർഡും കുറച്ച് എയർ ഡ്രൈ ക്ലേയും കുറച്ച് ഗ്ലൂ ആണ് വേണ്ടത്. നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിത് പീൽ ചെയ്യുവാണ്. അതിനൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടാനാണ് നമ്മളിത് ഇങ്ങനെ അതിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ പീൽ ചെയ്ത് കളയുന്നത്. അപ്പോൾ നമ്മളത് ഇങ്ങനെ ചുരുട്ടി എടുക്കുന്നുണ്ട്. ചുരുട്ടി എടുത്താൽ മതി. ചെയ്താൽ തരാം. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത് ഒരു വളഞ്ഞിരിക്കുന്നതുകൊണ്ട് നിവർന്ന് വരില്ല പശ വയ്ക്കുമ്പോൾ. അപ്പോൾ നമുക്കത് പശ വയ്ക്കാം. അപ്പോൾ നമ്മൾ ആ പൈപ്പിലോട്ട് ഈ കാർഡ്ബോർഡ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറേ ബാക്കിയുള്ളതും കൂടെ അങ്ങനെ ഒട്ടിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാതെ നീളത്തോടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒറ്റയടിക്കാൻ ഒട്ടിക്കാം. നീളമുള്ളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര മതി. നമുക്കിതൊരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കത്തി ഇട്ടിട്ട് ഒരു ഭാഗത്ത് ഹോളിട്ടുണ്ട് എടുക്കായിട്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ പൈപ്പ് ഭാഗത്തോട്ട് കയറ്റാനാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഇട്ടുണ്ട്. ഇവിടെ ഒരു വീട് വരും. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ബേസ് പോലെ വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലത്തെ 2 ഓവൽ കട്ട് ചെയ്തെടുക്കണം. കാരണം അടിയിലും മുകളിലും വരാനുള്ളതാണ്. താഴെയുള്ളത് സർക്കിൾ ആയാലും കുഴപ്പമില്ല. താഴെയുള്ളത് സ്ക്വയർ ആവുക ഏത് ഷേപ്പ് ആണെങ്കിലും. പക്ഷെ മുകളിലുള്ളത് ഓവൽ ഷേപ്പാണ്. കാരണം ഒരു വീട് അവിടെ വരണം. നമുക്കൊരു വീടുണ്ടാക്കാൻ ഞാൻ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത്ര നീളം വേണ്ട, കുറച്ച് മതി. ഇനി നമ്മൾ ഇങ്ങനെ സൈഡ് മടക്കി കൊടുക്കാം. നമ്മളതിൻ്റെ സൈഡ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആവുന്ന നേരം മടക്കുവാണ്. നമ്മളിതൊരു റെക്റ്റാങ്കിൾ അല്ലെ സ്ക്വയർ ഷേപ്പ് ആക്കുവാണ്. ഇനി ഇതിവിടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി ഇതിട്ട് അതിൻ്റെ സൈസ് വെച്ചിട്ട് വേണം ഇത് മടക്കാൻ. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 ഭാഗത്തും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് അകത്തോട്ട് മടക്കണം. എന്നിട്ട് അകത്തിൽ നിന്ന് പശ വയ്ക്കണം. നമുക്കത് ഒട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനി എയർ ഡ്രൈ ക്ലേ ചേർക്കാം. നമ്മൾ കുറച്ച് എയർ ഡ്രൈ ക്ലേ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര വേണ്ട. ഇത് റൂഫ് ആകുമ്പോഴാണ്
ഇതിങ്ങനെ എല്ലാ സൈഡിലും വെച്ച് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഒരു ഡോർ ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ ഡോർ ഉണ്ടാക്കാം. ഇന്നലെ നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ ലൈറ്റ് പോയി. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഈ ബേസ് ഉണ്ടാക്കി, പിന്നെ ഇവിടെ പൈപ്പ് വെച്ച് അതിൻ്റെ മുകളിൽ കാർബോർഡ് വെച്ചുണ്ടാക്കി, അത് കഴിഞ്ഞ് ഈ മരം ഉണ്ടാക്കി, ഈ വീടുണ്ടാക്കി. അത്രേ നമ്മൾ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഈ വെള്ളത്തിൽ പശ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പുല്ല് പോലെ ഉണ്ടാക്കി. ഇനി അതും ഇതും ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ട് നാം വരാം. അപ്പോൾ പെയിൻറ്റ് ചെയ്തത് കാണിക്കാം. ഇത് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നീലയും മഞ്ഞയും മിക്സ് ആണ് ഈ പച്ച കളറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഫുൾ അടിച്ചിട്ടില്ല, കാരണം ഇത് ഷോർട്ട് കേസിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ ആരും ബാക്ക് ഭാഗം കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ അടിക്കാം. നിങ്ങൾക്ക് പുറത്തൊക്കെ വെക്കാനുണ്ടെങ്കിൽ ഫുൾ അടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. ബൈ.